കോൺഗ്രസ് പ്രതിരോധത്തിലായ വയനാട് പുനരധിവാസ ഫണ്ടിന്റെ കണക്ക് KPCC പുറത്തുവിട്ടു. 2 അക്കൗണ്ടുകളിൽ 5,38,00,000 രൂപ ലഭിച്ചതായി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ഭൂമി വാങ്ങാനും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനുമായി ഇതിലധികം രൂപ ചിലവായി. ഇനി വീട് നിർമ്മിക്കാനുള്ള പണം പാർട്ടി ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുമെന്നും KPCC പ്രസിഡന്റ് വ്യക്തമാക്കി. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി 130 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രഖ്യാപനം. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്താണ് പിരിച്ച ഫണ്ടിന്റെ കണക്ക് KPCC അധ്യക്ഷൻ തന്നെ പുറത്തുവിടുന്നത്. ഈ ഫണ്ട് പിരിവിനായി KPCC അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പേരുകളിൽ 2 ജോയിന്റ് അക്കൗണ്ടുകളാണ് 2 ബാങ്കുകളിലായി ആരംഭിച്ചിരുന്നത്. ഈ അക്കൗണ്ടുകളിലേക്കായി 5,38,21,632 രൂപയാണ് ലഭിച്ചതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നു. ഇതിനു പുറമെ യൂത്ത് കോൺഗ്രസ് ആകെ പിരിച്ചു നൽകിയത് 1,05,00,000 രൂപയാണ്. ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഭൂമി ഏറ്റെടുത്തത് 3 ഏക്കർ 24.5 സെന്റാണ്. ഇതിനു വേണ്ടി 3,68,36,388 രൂപ ചിലവായി എന്നാണ് KPCC പറയുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഭൂമി ഏറ്റെടുത്തത് 2 ഏക്കർ 18 സെന്റാണ്. ഇതിനുവേണ്ടി ചിലവായത് 2,50,30,272 രൂപയാണ്. ഒപ്പം തന്നെ KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന്, അതായത് പിരിച്ച ഫണ്ടിന് പുറമേയുള്ളതാണ്, ആ തനത് ഫണ്ടിൽ നിന്ന് ഭവന നിർമ്മാണത്തിന്റെ ആവശ്യങ്ങൾക്കായി 97,51,212 രൂപ ചിലവഴിച്ചു എന്നുകൂടിയാണ് KPCC ഈ കണക്ക് പ്രകാരം വാദിക്കുന്നത്. രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾക്കായി ഇനി അധികമായി വേണ്ടത് 73,90,985 രൂപയാണ് എന്നുകൂടിയാണ് KPCC പുറത്തുവിട്ട കണക്ക് പ്രകാരം അവർ വ്യക്തമാക്കുന്നത്. അതായത് പിരിച്ച ഫണ്ട് ഉപയോഗിച്ച് വീട് നിർമ്മിക്കാൻ, ഒരു വീട് പോലും നിർമ്മിക്കാനുള്ള ഫണ്ട് ബാക്കിയില്ല. അതിന് പുറമെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾക്കായി അധികമായാണ് തുക വേണ്ടതെന്നാണ് KPCCയുടെ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം KPCC അധ്യക്ഷൻ തന്നെ പറയുന്നത്. അക്കൗണ്ടിൽ ആകെ ലഭിച്ചത് 5,38,21,632 കോടി രൂപയാണ്. ഞങ്ങൾ അതിന് ഇനിയും പാർട്ടിയുടെ പണം കണ്ടെത്തിക്കൊണ്ട് വീട് നിർമ്മിക്കും. ഫണ്ട് കളക്ഷൻ ഇല്ല, ഇനി ഫണ്ട് കളക്ഷൻ ഇല്ല. കോൺഗ്രസ് ഈ ഫണ്ടിന്റെ കണക്ക് പുറത്ത് വിട്ടതിന് പിന്നാലെ തന്നെ വലിയ വിമർശനവും ആക്ഷേപങ്ങളുമായി ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കണക്ക് ലോകൈക കള്ളക്കണക്കാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? സ്ഥലം വാങ്ങാൻ 5 കോടി ചെലവായി, ഉടനെ രജിസ്ട്രേഷൻ രേഖകൾ പുറത്തു വരുന്നു. 5 കോടി ചെലവായിട്ടില്ല, 3 ചില്ലുവാനും കോടിയേ ചെലവായിട്ടുള്ളൂ. അവിടെ തറക്കല്ലിട്ട് 10 ദിവസം കൊണ്ട് പണി തുടങ്ങും. ഈ കണക്ക് പ്രകാരമാണെങ്കിൽ വീട് വെക്കാനുള്ള കാശുണ്ട്. ഇടതുപക്ഷത്തിന്റെ ചോദ്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ KPCC വിശദീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം വളരെ സജീവമായി തന്നെ ഈ വിഷയം ചർച്ചയാക്കി നിർത്തുക, ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് CPM-ഉം ഇടതുപക്ഷവും ഇതിനകം തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്.